ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 7 വിശുദ്ധ റോസ് വെനറീനിയുടെ തിരുനാൾ. റോസ് വെനറീനി ഭിക്ഷുകുരനായ ഗോഡ്ഫ്രെ വെനറീനിയുടെ മകളായി 1656 ഇറ്റലിയിലെ വിത്തോർവായിൽ ജനിച്ചു. തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു യുവാവിൻ്റെ മരണത്തിൽ മനം നൊന്ത് അവൾ ഒരു മഠത്തിൽ ചേർന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിധവയായ തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഭവനത്തിലേക്ക് അവൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. സായാഹ്നങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അയൽപക്കക്കാരെയും പരിചയക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും അവൾ ഒരുമിച്ച് കൂട്ടിയിരുന്നു. തൻ്റെ ആത്മീയ ഗുരുവായ ഈശോ സഭാ വൈദികൻ ഇഗ്നേഷ്യസ് മർത്തീനെല്ലിയിൽ നിന്നും ഉപദേശം സ്വീകരിച്ച റോസ് വെനറീനി 2 സഹായികളോടൊത്ത് 1685 വിത്തോർബയിൽ പെൺകുട്ടികൾക്കായി ഒരു പ്രാഥമിക വിദ്യാലയം സ്ഥാപിച്ചു. ആരെയും ആകർഷിക്കുന്ന സംഭാഷണ ചാതുര്യവും പഠിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ അധ്യാപനത്തിനൊരുക്കുന്നതിനും ഉള്ള പാടവം അവൾക്കുണ്ടായിരുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള തൻ്റെ ആഗ്രഹത്തെ ഉജ്ജ്വലിപ്പിക്കാൻ അവൾ ശക്തി സംഭരിച്ചു. ലോകത്തെ ഒരു വൃത്തമായി അവൾ ഭാവന ചെയ്തു. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ദിവ്യബലി അർപ്പണത്തിലൂടെ പിതാവിന് സ്വയം സമർപ്പിക്കുന്ന യേശുവിനെ അവൾ ധ്യാനിച്ചു. അതിമഹത്തായ വൃത്തം എന്നവൾ വിശേഷിപ്പിച്ച് ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനുള്ള മാർഗമായി ഈ ധ്യാന രീതിയെ റോസ് വെനറീനി പ്രഖ്യാപിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1713 റോമിൽ ഒരു വലിയ വിദ്യാലയം സ്ഥാപിച്ചു. ക്ലെമന്റ് 11 മാർപ്പാപ്പ ഈ വിദ്യാലയത്തെ പ്രശംസിച്ചു. 1728 മെയ് 7 റോമിൽ വച്ച് റോസ് വെനറീനി ദിവംഗതയായി. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2007 ജൂൺ 3 വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ റോസ് വെനറീനി ഞങ്ങൾക്കും ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും
ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.